നമ്മൾ എടുത്തിരിക്കുന്ന ഈ 13 നടപടികൾ കൈക്കൊണ്ടിരിക്കുന്ന വിവിധ തലങ്ങളിലായി വിവിധ മേഖലകളിലായി നമ്മൾ കൈക്കൊണ്ടിരിക്കുന്ന ഈ നടപടികൾ അതേക്കുറിച്ച് എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം? നിങ്ങൾക്കിത് ബോധ്യപ്പെടുന്നില്ല എന്നുണ്ടോ? നോക്കൂ, പഹൽഗാമിൽ നടന്നിട്ടുള്ള തീവ്രവാദി ആക്രമണം പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് അയക്കുന്ന തീവ്രവാദികൾ നടത്തുന്ന ഇന്ത്യക്കെതിരായി നടത്തുന്ന ഒളിയുദ്ധത്തിന്റെ ഭാഗമാണ് കാശ്മീരിലെ തീവ്രവാദി ആക്രമണം. അതിശക്തമായ തിരിച്ചടി നൽകണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള കൃത്യമായിട്ടുള്ള നിലപാട്. ഇത് CWC കൂടി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുന്നതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ ലോക സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്താനുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വഴികളും തേടണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ഈ തീവ്രവാദ ആക്രമണം പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നതിന് കോൺഗ്രസ് എതിരാണ്. അത്തരത്തിൽ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഒരു സാഹചര്യമാക്കി മാറ്റുന്നതിന് പകരം ദേശ സുരക്ഷ ഉറപ്പുവരുത്തുക, രാജ്യത്തെ പൗരന്മാരുടെ ജീവഹാനിക്കേറ്റ ഒരു വലിയ പ്രശ്നമുണ്ട്. ജനങ്ങൾ വലിയ തോതിൽ ആശങ്കാകുലരാണ്. അപ്പോൾ ഒരു റെട്ടറിക്കിന് പകരം ഒരു തിരിച്ചടിയാണ്, അതും വളരെ ടൈംലി ആയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെ, അതിൽ ഞാനൊരു ക്ലാരിറ്റി വരുത്താൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, തിരിച്ചടി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു യുദ്ധം, ഔട്ട്റൈറ്റ് വാർ, ഇത് തന്നെയാണോ? അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ അത് പറയേണ്ടത്. അത് രാജ്യത്തെ സൈന്യമല്ലേ അത് പറയേണ്ടത്. രാജ്യത്തെ സൈന്യം അക്കാര്യങ്ങൾ തീരുമാനിക്കണം. തിരിച്ചടി കൊടുക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ തിരിച്ചടിയുടെ സ്വഭാവവും അതല്ലെങ്കിൽ അതിന്റെ വ്യാപ്തിയും സംബന്ധിച്ച് സൈന്യത്തെ ഉപദേശിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സൈന്യത്തിന് സൈന്യത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ആ തിരിച്ചടിയുടെ ആഴവും പരപ്പും ഒക്കെ നിശ്ചയിക്കേണ്ടത് ഇന്ത്യൻ സൈന്യമാണ്. അത് നിശ്ചയിക്കാനുള്ള പ്രാപ്തി ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. നേരത്തെയും അവരത് ചെയ്തിട്ടുണ്ട്. രാജ്യം ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള വീറുറ്റ ഒരു സൈന്യം നമുക്കുണ്ട്. ആ സൈന്യത്തിൽ നമുക്കൊക്കെ വിശ്വാസമുണ്ട്. അവരാ തിരിച്ചടി നൽകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ സമീപനം സ്വീകരിക്കുകയും സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം. ആ തിരിച്ചടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഏൽപ്പിച്ച, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് ഏൽപ്പിച്ച, ഇന്ത്യയുടെ പൗരന്മാർക്ക് ഏൽപ്പിച്ച ജീവഹാനിക്ക് തക്കതായ തിരിച്ചടി നൽകുന്നതാണ്. ആ തിരിച്ചടിയോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും പാകിസ്ഥാൻ ഐസൊലേറ്റ് ചെയ്യാനുമുള്ള ശക്തമായിട്ടുള്ള നയതന്ത്ര പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകണം. അല്ല, ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ അത് എത്രത്തോളം അവർക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നതിന്റെ പ്രതികരണങ്ങളൊക്കെ അവിടെ നിന്ന് വന്നു തുടങ്ങുന്നുണ്ടല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു കൃത്യമായ നടപടിയാണ് എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ശ്രീ സന്ദീപ് വാര്യർ? അല്ല, ഇതിൽ കോൺഗ്രസിന്റെ ബോധ്യപ്പെടലിനപ്പുറം യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ. എന്താ യാഥാർത്ഥ്യങ്ങൾ? നമ്മൾ ഈ ഒരു ഡിപ്ലോമാറ്റിക് തലത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളോടടക്കം, പാകിസ്ഥാൻ പോട്ടെ, പാകിസ്ഥാൻ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ സർവനാശം ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ ബ്ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അപ്പുറത്ത് നേപ്പാൾ പോലെ, അതല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെ, ശ്രീലങ്ക പോലെ, മാൽഡീവ്സ് പോലെയുള്ള ഇന്ത്യയുടെ സാർക്ക് അയൽപ്പക്ക രാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യയോട് കഴിഞ്ഞ മോദി സർക്കാർ വന്നതിന് ശേഷം അകന്നു നിൽക്കുകയാണ്. ഒരു വലിയ ഡിപ്ലോമാറ്റിക് ഫെയിലിയർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ അവരെ വരുതിക്ക് നിർത്താനോ ഒന്നും സാധിക്കില്ല. പകരം ഒരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് ആവശ്യമുണ്ട്. ഈ സമയം അത് പറയേണ്ട സമയമല്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ആ ഡിപ്ലോമാറ്റിക് എൻഗേജ് നടത്തുന്ന കാര്യത്തിൽ പലപ്പോഴും യു ടേൺ അടിക്കുന്ന നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഒരു ദിവസം രാവിലെ എണീറ്റ് പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് പറയുന്നു, പിറ്റേ ദിവസം ബിരിയാണി ഡിപ്ലോമസിയുമായി പോകുന്നു, സാരി ഡിപ്ലോമസിയുമായി പോകുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാട്, ക്രിക്കറ്റ് ഡിപ്ലോമസിയുമായിട്ട് പോകുന്നു. അപ്പം പലതരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ വരുന്നു. ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് പ്രഷർ പാകിസ്ഥാന് മുകളിൽ വരേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ കാണുന്നു, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മളെടുക്കുന്ന നിലപാടുകൾക്ക് ഒരു വലിയ തോതിലുള്ള പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. ആ പിന്തുണ ആർജിക്കാൻ ആവശ്യമായിട്ടുള്ള നയതന്ത്ര ഇടപെടലുകൾ രാജ്യം നടത്തണം. ഈ സമയത്ത് ഒരു വലിയ വിമർശനത്തിനല്ല, മറിച്ച് ക്രിയാത്മകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും കേന്ദ്ര സർക്കാർ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് കാണുന്നു, രാഷ്ട്രീയ ആയുധമായിട്ട് കാണുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇത്തരത്തിലുള്ള സംഭവത്തെ രാഷ്ട്രീയമായിട്ടുള്ള ആയുധമായി കാണരുത്. ഇപ്പോൾ രാജ്യത്തിന് ആവശ്യം ഒരു യൂണിറ്റിയാണ്, ഒരു ഐക്യമാണ്. ആ ഐക്യത്തിന് പകരം രാജ്യത്തിനകത്ത് തന്നെ ഭിന്നതയുണ്ടാക്കുന്ന
ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളും ഭിന്നതയുണ്ടാക്കുന്ന നിലപാടുകളും BJP നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും BJP അനുകൂലിക്കുന്നവരുടെ ഭാഗത്തുനിന്നും വരുന്നത് വാസ്തവത്തിൽ ആരെയാണ് സഹായിക്കുന്നത്? അത് പാകിസ്ഥാന്റെ പ്രൊപ്പഗണ്ടയെ സഹായിക്കുന്നതാണ്. പാകിസ്ഥാന്റെ ഇവിടെ നോക്കൂ, മതം തിരിച്ച് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ മതം നോക്കാതെ രക്ഷകനായിട്ട് വന്നൊരു കശ്മീരി യുവാവ് അപ്പുറത്തുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിലെ 20 കോടി മുസൽമാന്മാരിൽ ഒരാൾ പോലും ഈ അക്രമത്തെ അനുകൂലിക്കുകയോ അതല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ശക്തമായ തിരിച്ചടി നൽകണം എന്ന അഭിപ്രായമില്ലാത്ത ഒരു ഇന്ത്യൻ മുസൽമാൻ പോലും ഇല്ല. പക്ഷേ അവിടെ സംഭവിച്ചുള്ള തീവ്രവാദി ആക്രമണം പോലും രാജ്യത്ത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ടൂളായിട്ട്, പൊളിറ്റിക്കൽ ടൂളായിട്ട് BJP ഉപയോഗിക്കുന്നതിനോട് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പും എതിർപ്പുമുണ്ട്. ആ പരിപാടികൾ BJPയും സംഘപരിവാറും അവസാനിപ്പിക്കണം. പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ, പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള നിലപാട് 1971 സ്വീകരിച്ചതുപോലെ, 84 സ്വീകരിച്ചതുപോലെ, 65 47 ഒക്കെ സ്വീകരിച്ചതുപോലെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. അവിടെ ഒരു തരത്തിലുള്ള പിന്മാറ്റവും ഉണ്ടാകരുത്. ഇത്തവണ രാജ്യത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കേണ്ടത് രാജ്യത്തെ പൗരന്മാരെ മൊറയിൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമാണ്. അതിനു പകരം രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നിലപാടുകളുമായി ഭരണാധികാരികളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ജനങ്ങളുടെ, പൗരന്മാരുടെ മൊറയിലിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യം പോകരുത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അസന്നിഗ്ധമായിട്ടുള്ള അഭിപ്രായം.